ശതാവരി കുടുംബത്തിൽ പുതിയ സസ്യം വനപുഷ്പം. ശതാവരിയുടെ സസ്യകുടുംബമായ ആസ്പരാഗേസിയിൽപ്പെട്ട ക്ലോറോഫൈറ്റം ജീനസിലെ പുതിയ ഇനം സസ്യത്തെ വാഗമൺ കുന്നുകളിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തി. വനപുഷ്പം എന്ന് വിളിക്കുന്ന വലിയ കിഴങ്ങുകളുള്ള സസ്യത്തെ പാറക്കെട്ട് നിറഞ്ഞ പുൽമേട്ടിൽ നിന്നാണ് തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലെ സിദ്ധാർത്ഥ് എസ് നായർ. ബാക്കി നമ്മൾ പ്രാധാന്യമില്ല. ശതാവരിയുടെ സസ്യകുടുംബം ഏതാണ്? ആസ്പരാഗേസി. ശതാവരിയുടെ സസ്യകുടുംബം ആസ്പരാഗേസി. അതിൽപ്പെട്ട ക്ലോറോഫൈറ്റം ജീനസിലെ പുതിയ ഇനം സസ്യം വനപുഷ്പം എന്ന് പേരിട്ട് വിളിക്കുന്നു. അടുത്തിടെ വാഗമൺ കുന്നുകളിൽ നിന്ന് കണ്ടെത്തിയ കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. ക്ലോറോഫൈറ്റം ജീനസിലെ ക്ലോറോഫൈറ്റം വനപുഷ്പം പശ്ചിമഘട്ടത്തിൽ പുതിയ ചെടി. കേരളത്തിൻ്റെ വനമേഖലയിൽ കിഴങ്ങിനത്തിൽപ്പെട്ട പുതിയ ചെടി കണ്ടെത്തി. സഫീദ് മുസ്ലി വിഭാഗത്തിൽപ്പെടുന്ന സസ്യത്തിന് ക്ലോറോഫൈറ്റം വനപുഷ്പം എന്ന് ശാസ്ത്രനാമം നൽകി. നിലം പറ്റി വളരുന്ന ഇവയ്ക്ക് വെളുത്ത പൂക്കളാണ്. പൂങ്കുലകൾ മാത്രമാണ് ഉയർന്നു നിൽക്കുക. ഇടുക്കി ജില്ലയിലെ വാഗമൺ, പെട്ടിമുടി എന്നിവിടങ്ങളിലെ നിബിഡ വനമേഖലയിലെ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് ധനസഹായത്തോടെ കിഴങ്ങ് സസ്യങ്ങളുടെ രേഖപ്പെടുത്തിയ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ ഗവേഷണത്തിലാണ് ചെടി കണ്ടെത്തിയത്. പശ്ചിമഘട്ടം ക്ലോറോഫൈറ്റ് ജീനസിൻ്റെ ഉത്ഭവസ്ഥാനമായി കരുതുന്നു. ഇവിടുത്തെ ബാക്കി പ്രാധാന്യമില്ല, എന്നാലും ഇത്ര പ്രാധാന്യം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ന്യൂസ് ആർട്ടിക്കിളോട്ട് ഇവ എങ്ങനെ ബന്ധപ്പെടുത്താം? ശതാവരിയുടെ സസ്യകുടുംബമായ ആസ്പരാഗേസിയിലാണ് ഇത് പെടുന്നത്. നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. ഫിഫ വേൾഡ് കപ്പ് 2026 എവിടെ വെച്ച് നടക്കുന്നു? അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ 3 രാഷ്ട്രങ്ങൾ, വടക്കേ അമേരിക്കയിലെ 3 രാഷ്ട്രങ്ങളുമായി നടക്കുന്നു. ഭാഗ്യചിഹ്നം പ്രഖ്യാപിച്ചു. മേപ്പിൾ എന്ന പേരിലുള്ള മൂസ് ഒരുതരം മാൻ ഇനത്തിൽപ്പെട്ട ജീവി. സായു എന്ന ജാഗ്വാർ പുള്ളിപ്പുലി. ക്ലച്ച് എന്ന ഒരു ബാൾഡ് ഈഗിൾ. ഇത് 3 രാഷ്ട്രങ്ങളുടെയും ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങളാണ്. മേപ്പിൾ എന്ന മൂസ് ഒരു മാൻ ഇനത്തിൽപ്പെട്ടത് കാനഡയുടെയും, സായു എന്ന പുള്ളിപ്പുലി ജാഗ്വാർ മെക്സിക്കോയുടെയും, പിന്നെ ബാൾഡ് ഈഗിൾ, ക്ലച്ച് USA-യുടെയുമാണ്. ഒഫീഷ്യൽ മസ്കോട്ട്സ്, അതായത് ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ. 2006 വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ്. ഒരു ക്വസ്റ്റ്യൻ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പുസ്തകം എഴുതിയത് KJS ധിലോൺ. ഓപ്പറേഷൻ സിന്ദൂർ എന്താണ്? 2025 ഏപ്രിൽ 22 ഇന്ത്യയിലെ കാശ്മീർ പഹൽഗാം മേഖലയിലുണ്ടായ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാക് അധിനിവേശ കാശ്മീരിലെയും പാകിസ്ഥാനിലെയും ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഓപ്പറേഷൻ സിന്ദൂർ. അതിനെ ആസ്പദമാക്കി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പുസ്തകം KJS ധിലോൺ എഴുതിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഞ്ചിഘാട്ട് പാലത്തിൻ്റെ നീളം എത്രയാണ്? 725 മീറ്റർ ആണ് അഞ്ചിഘാട്ട് പാലത്തിൻ്റെ നീളം. എന്താണ് അഞ്ചിഘാട്ട്? ജമ്മു കാശ്മീരിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ മനസ്സിലെ ഓർമ്മ. ഇത് കാണുന്ന കൂട്ടുകാർ അത് ഗൂഗിളിലോ മറ്റ് സെർച്ച് എഞ്ചിനുകളിലോ നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ് ഞാൻ അപേക്ഷിക്കുന്നു. അഞ്ചിഘാട്ട് പാലത്തിൻ്റെ നീളം 725 മീറ്ററാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കാശ്മീരിലാണ് തോന്നുന്നു. രാജ്യത്തെ ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേറ്റ് പാലമാണെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വെച്ച് ഞാൻ പറയുകയാണ്. ചിലപ്പോൾ തെറ്റായിരിക്കാം. അതുകൊണ്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ഗൂഗിളിലോ മറ്റ് സെർച്ച് എഞ്ചിനുകളിലോ നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ്. 2025 ജൂലൈ 21 ഇന്ത്യയുടെ രാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ രാജിവെച്ചതിനെ തുടർന്ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ 2025 സെപ്റ്റംബർ 12 CP രാധാകൃഷ്ണൻ പുതിയ ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റു. CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 452 വോട്ട് നേടി. എതിർ സ്ഥാനാർത്ഥിയായ B. സുദർശൻ റെഡ്ഡി ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം 300 വോട്ട് നേടി. ഭൂരിപക്ഷം 152 വോട്ട്. ഇദ്ദേഹം 2025 സെപ്റ്റംബർ 12 സ്ഥാനമേറ്റു. 2024 സെപ്റ്റംബർ 12 കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സീതാറാം യെച്ചൂരി മരിച്ചു. അതിൽ 1 വർഷവും കൂടിയായിരുന്നത്. ഒരു വീഡിയോ കേൾക്കുമ്പോൾ
നമ്മൾ അതുമായി ബന്ധപ്പെട്ട അനേകം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. യെസ്. വിദ്യാധനം സർവ്വതനാൽ പ്രധാനം. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. ഇന്നല്ല, സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. ഇന്ത്യൻ അതിർത്തികളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിന് ISRO അയച്ച ഉപഗ്രഹം റിസാറ്റ് 1B, അതായത് ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, മ്യാൻമർ തുടങ്ങി നിരവധി രാഷ്ട്രങ്ങളുമായി 7 രാഷ്ട്രങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു. കരയതിർത്തി, സമുദ്രാതിർത്തി വേറെ രാഷ്ട്രങ്ങളുമായി പങ്കിടുന്നുണ്ട്. കരയതിർത്തി 7 രാഷ്ട്രങ്ങളുമായി. ഈ ഇന്ത്യൻ അതിർത്തികളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിന് അവിടെ വല്ല സൈനിക വിന്യാസം നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഭീകരാക്രമണം നടക്കുന്നുണ്ടോ, അതൊക്കെ സൂക്ഷ്മ നിരീക്ഷണത്തിന് ISRO അയച്ച ഉപഗ്രഹം റിസാറ്റ് 1B.